വടകര ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ സർജനെ ഉടൻ നിയമിക്കുക എന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മകമായി സർജനെ നിയമിച്ച് പ്രതിഷേധ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബവിത് മലോൽ ഉദ്ഘാടനം ചെയ്തു. നോക്കുന്നു വടകര ജില്ലാ ആശുപത്രിയിലെ ഏക സർജറി വിഭാഗത്തിലെ ഡോക്ടറെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതെ രോഗികൾ ബുദ്ധിമുട്ടിലാണ്. ജില്ലാ ആശുപത്രി എന്നത് ബോർഡിൽ മാത്രമാണെന്നും സ്റ്റാഫ് പാറ്റേണിൽ ഇപ്പോഴും താലൂക്ക് ആശുപത്രിയുടെ രീതിയിലാണ് വടകര ജില്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോകുന്നത് എന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബവിത് മലോൽ പറഞ്ഞു. പാർട്ടിയാണ് എന്ന് വീമ്പിളക്കുന്ന പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് നായികക്ക് 40 വട്ടം പറയുന്ന മന്ത്രിയും സർക്കാരുമുള്ള കേരളത്തിലാണ് ഒരു ജില്ലാ ഹോസ്പിറ്റൽ ഇങ്ങനെ നോക്കുകുത്തിയായിരിക്കുന്നത്. ദിനേന ആയിരക്കണക്കിന് OP ഷീറ്റുകൾ ചെലവാകുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റലാണ് വടകര ജില്ലാ ഹോസ്പിറ്റൽ. വെറും വടകര പട്ടണം മാത്രമല്ല, അങ്ങ് ആയഞ്ചേരി മുതൽ 4 or 5 പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു വലിയ സ്ഥാപനം ഇന്നും ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ പോലും അവസ്ഥയില്ലാതെ, സ്റ്റാഫ് പാറ്റേൺ ഇല്ലാതെ ഞെരിഞ്ഞവരുകയാണ്. ഇവിടെയുള്ള ജീവനക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പണിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആവശ്യത്തിന് സ്റ്റാഫ് ഇവിടെ ഇല്ല, ആവശ്യത്തിന് സംവിധാനമില്ല. ജില്ലാ ഹോസ്പിറ്റൽ എന്ന ഒരു ബോർഡ് മാത്രം വെക്കുന്ന തരത്തിൽ മാത്രമായി ഈ ഹോസ്പിറ്റൽ മാറിയിരിക്കുന്നു. താലൂക്ക് ഹോസ്പിറ്റലിന്റെ സംവിധാനത്തിൽ നിന്ന് ഒരു സ്റ്റാഫിനെ പോലും വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത സർക്കാരായി കേരളം ഭരിക്കുന്ന സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ട ചികിത്സ ലഭിക്കുന്ന സ്ഥാപനമായി ജില്ലാ ഹോസ്പിറ്റൽ മാറണം. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് വടകര ജില്ലാ ഹോസ്പിറ്റൽ. എന്താ ഇതിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഇവിടെ വൈകുന്നേരമായാൽ ആളുകൾ വന്ന് കാത്തുനിന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവും. ഇവിടെ വൈകുന്നേരമായാൽ ജില്ലാ ഹോസ്പിറ്റലിൽ ആവശ്യമായ ലാബ് സൗകര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഡോക്ടർമാരുണ്ടാകുമോ? ഈവനിങ് OP എന്ന് പറയുന്നത് പേരിൽ മാത്രം വെറും CHSകൾ മാത്രം ലഭ്യമാകുന്ന തരത്തിലാണ് ഇന്നും ജില്ലാ ഹോസ്പിറ്റലുള്ളത്. വൈകുന്നേരമായാൽ ഇവിടെ ആളുകൾ മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. അത് ചില ഒത്തുകളിയുടെ ഭാഗമാണ്. സർജറി വിഭാഗത്തിൽ ഡോക്ടറെ ഉടൻ നിയമിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് C. നിജിൻ അധ്യക്ഷത വഹിച്ചു. വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി, മുഹമ്മദ് മിറാഷ, VK പ്രേമൻ, രഞ്ജിത്ത് കണ്ണോത്ത്, ഫസ്ലു പുതുപ്പണം, KG രാഗേഷ്, ശ്രീജിഷ് US, അഭിനന്ദ് ജയമാധവ്, ജുനൈദ് കാർത്തികപ്പള്ളി, ഷോണ PS, അതുൽ ബാബു, റോബിൻ ഉഞ്ചിയം, സുഭാഷ് ചെറുവത്ത, ജിമിൻ രാജ് കൈനാട്ടി, ഷിജു പുഞ്ചിരിമൽ എന്നിവർ സംസാരിച്ചു.